കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതു വന്നു. ഞാൻ സൗണ്ട് ഇല്ലാതെ പറഞ്ഞു നേരത്തെ, അത് തെറ്റിപ്പോയി. എന്താ ചെയ്യുക? എന്തായാലും ഇന്നത്തെ വലിയൊരു വിഷമം. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് ശരിക്കും. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിനെ തിരഞ്ഞെടുത്തതൊക്കെ അല്ലേ. അപ്പോൾ ഉച്ചപൂജ തൊഴുതു ഞാൻ പെട്ടെന്ന് വന്നിട്ട് വേഗം റൂമിലെത്തിയിട്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായില്ല. അതുകൊണ്ട് അതാണ് ആകെ ഇന്ന് മനസ്സ് വളരെ സന്തോഷത്തിലായപ്പോൾ ഉണ്ടായൊരു അവസ്ഥയാണ്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും വൈകിട്ടാണെങ്കിലും നമ്മളെ വീഡിയോ കുറേ ആളുകൾ കണ്ടു. അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് എന്നോട് വീഡിയോയിൽ സൗണ്ട് ഇല്ല എന്ന്. അപ്പോൾ ഇന്ന് ശരിക്കും ഗുരുവായൂരപ്പൻ്റെ ആ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് ഇന്ന് ശരിക്കും ആ ഇതിൻ്റെ മുകളിൽ, ആലിൻ്റെ മുകളിൽ ഇരിക്കണ ആ പൊന്നുണ്ണിക്കണ്ണനാണ്. ഓടക്കുഴലൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഗോപികമാരുടെ വസ്ത്രമൊക്കെ കവർന്നിട്ട് ഗോപീചോരനാണ്, ആ വസ്ത്രം ചോരുന്ന ആളാണ്. അപ്പോൾ വളരെ കേമമായിട്ടത് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പച്ച ഇലകളൊക്കെ ഇട്ട് ആലിൻ്റെ ശിഖരം നന്നായിട്ട് അലങ്കരിച്ചിരുന്നു. ഗുരുവായൂരപ്പൻ്റെ വേണുകൂതുന്ന പൊന്നുണ്ണിക്കണ്ണൻ, ആ കള്ളക്കണ്ണൻ അങ്ങനെ തന്നെ പറയാം, ആ ഒരു രൂപമായിരുന്നു ഇന്ന് കളഭാലങ്കാരത്തിൽ. വളരെ കേമമായിട്ടുണ്ടായിരുന്നു. കാൽത്തളകളും കൈത്തളകളും ആ വനമാലയും ഉണ്ടമാലയൊക്കെ ഇട്ടിട്ടുള്ള ആ നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയാണെന്ന്, ആ കുസൃതി നിറഞ്ഞ ചിരി. കൊണ്ടുപോയോ എൻ്റെ കണ്ണ, എൻ്റെ വസ്ത്രം താന്ന് പറഞ്ഞു. ഞാൻ എടുത്തിട്ടേ ഇല്ല, ഇവിടെ കയറി വന്നാൽ തരാം എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ആളെ പോലെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതൊന്ന് പുതിയ മേൽശാന്തി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാർത്തിയിട്ടുള്ള കളഭാലങ്കാരം വളരെ നന്നായിരുന്നു. വളരെ കേമമായിട്ട് അതുണ്ട്. ഇനി ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആനന്ദദായകമാണ്. അത് ഇന്ന് പ്രത്യേകിച്ച്. എന്തായാലും എല്ലാവരും വീണ്ടും എൻ്റെ കൂടെ ഒന്ന് വരൂ ഗുരുവായൂർക്ക്. നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരിൽ നിന്ന് ആ നടപ്പന്തലിൽ കൂടെയൊക്കെ നടന്ന് വഴിയിലെത്തി വാതിൽ മാടത്തിൽ അവിടെ നിന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ ദർശിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ പൊന്നുണ്ണിക്കണ്ണനെ ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഗോപികമാരോട് കുസൃതി കാണിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ കണ്ണൻ്റെ ആ കുസൃതിയിൽ മയങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ, വേണു ഒഴിക്കുന്ന, മുരളി ഊതുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് കണ്ട് തൊഴുതോളൂ. നമ്മൾ ആ മണ്ഡപത്തിൻ്റെ അവിടുന്ന് കണ്ട് തൊഴുതോളൂ കേട്ടോ. ഇന്നിപ്പോൾ മേൽശാന്തി തിരഞ്ഞെടുപ്പിൻ്റെ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 41 ആളുടെ ഉണ്ട്. ഇന്നിപ്പോൾ 18ാമത്തെ അതായിട്ടാണല്ലോ കിട്ടിയത് ശ്രീജിത്ത് നമ്പൂതിരിക്ക്. അതൊക്കെ ഞാൻ പിന്നീട് ചെയ്തു. എന്തായാലും എല്ലാവരെയും ആ ഗുരുവായൂരപ്പൻ കടാക്ഷിക്കട്ടെ. കൃഷ്ണ ഹരേ.